സാറിൻ്റെ സെക്കൻഡ് ഇൻ കമാൻഡ്. അതെ, അദ്ദേഹം വീരമൃത്യു ആയിരുന്നല്ലോ. അപ്പോൾ അത് കണ്ടപ്പോൾ അപ്പോൾ നമ്മൾക്ക് കാരണം ഞങ്ങൾ ശ്രീനഗറിലെത്തിയപ്പോൾ ഞങ്ങൾ അവിടെ ഒരു ട്രാൻസിറ്റ് ക്യാമ്പ് ഉണ്ട്. അപ്പം നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് ഈ ദ്വിവേദിയാണ് നമ്മളെ സ്വീകരിച്ചത് തന്നെ അവിടെ. അപ്പോൾ ആ ഒരു ഓർമ്മയുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ചെന്നപ്പോൾ ആ കുട്ടികൾ ചെറുതായിരുന്നു. ആ ചെറുതായിരിക്കുമ്പോൾ ഈ കുട്ടികൾ പറയുമായിരുന്നു, സുജാത എന്നാണ് എൻ്റെ മോളുടെ പേര്, ഞങ്ങളും ഇവിടെ ഗ്വാളിയറിലേക്ക് പോകുന്നറിയായിരുന്നു. ഗ്വാളിയറിൽ പോയാൽ ഞങ്ങളും സുജാതയൊക്കെ ഓരോ സ്കൂളിൽ പഠിക്കും, നമ്മൾ ഒരുമിച്ച് കളിക്കും, ഒരുമിച്ച് വളരെ. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ അറിയാണ് ദ്വിവേദി ഇല്ല എന്ന് പറയുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു വിഷമം തോന്നി. പ്രത്യേകിച്ച് ആ കുട്ടികളെ ആ സ്ത്രീ ആലോചിച്ചിട്ട് അവരവിടെ ഉള്ളപ്പോൾ തലേ ദിവസം രാത്രി എത്തിയിട്ടുള്ളൂ. അവർ രാത്രി എത്തി പിറ്റേ ദിവസം പുലർച്ചെയാണ് ഇവർ പോണത്. ആ ഒരു വിഷമം നമ്മൾക്ക് അവരൊക്കെ കാണുമ്പോൾ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ആ സ്ത്രീയെ കണ്ടപ്പോഴും അവർ ഞങ്ങളുടെ ഒരു ഓഫീസേഴ്സിൻ്റെ ഡിന്നർ ഉണ്ടായിരുന്നു. അവർ ഒരു ഹോട്ടലിൽ വെച്ചിട്ടായിരുന്നു. പക്ഷേ ആ സ്ത്രീ കംപ്ലീറ്റ്ലി മുഴുവൻ നേരം ഭയങ്കര കരച്ചിലായിരുന്നു. ആ ഒരു കാര്യങ്ങൾ ഇപ്പോൾ നമ്മളെയൊക്കെ കാണുമ്പോൾ അവർക്ക് പഴയ കാര്യങ്ങൾ ഓർമ്മ വരുമല്ലോ. ഭയങ്കര സങ്കടമായിരുന്നു അവർക്ക്. അപ്പോൾ ആ ഒരു വിഷമമുണ്ട് നമ്മൾക്ക്. കാരണം നമ്മൾ ഒരുമിച്ച് എല്ലാം പ്ലാൻ ചെയ്ത് ഒരുമിച്ച് ഒരേ സ്ഥലത്ത് പോകാമെന്നുള്ളതൊക്കെ പിന്നെ പെട്ടെന്നൊരു ആളില്ലാണ്ടാവുകയാണ്. ഒരു വിഷമമുണ്ട്. ഇപ്പോഴും അവരെ കണ്ടപ്പോഴും ആ വിഷമം നമുക്ക് മാറണില്ല.